ജാതി സെൻസസ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി. ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കിയാൽ ആദ്യ പരിഗണന ജാതി സെൻസസിനായിരിക്കും. കോൺഗ്രസിന്റെ വിപ്ലവ തീരുമാനങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ജാതി സെൻസസ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ये मेरे लिए अब राजनीतिक मुद्दा नहीं है, ये आप बात समझ लीजिए. ये अब मेरा लाइफ का मिशन है. കോൺഗ്രസ് പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്ന ജാതി സെൻസസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കൾ വിവാദമാക്കിയ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം. 22 അതിസമ്പന്നർക്ക് പ്രധാനമന്ത്രി നൽകിയ പണത്തിലെ ചെറിയൊരു പങ്ക് 90% ആളുകൾക്ക് വീതിച്ചു നൽകുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ये 90% का पैसा है. अब मैं कह रहा हूं कि भैया अगर 90% का पैसा है तो एक दो लाउड स्पीकर तो पकड़ा दो. 90% आबादी के पास 650 में से 100, और वो भी छोटे छोटे. രാമക്ഷേത്ര പ്രതിഷ്ഠ, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം എന്നീ ചടങ്ങുകളിൽ ദളിത് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആരെയും കണ്ടില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. കോൺഗ്രസ് പ്രകടന പത്രിക ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ സംഘടിപ്പിച്ച സാമാജിക് ന്യായ് സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. സ്വാതന്ത്ര്യം, ഭരണഘടന, ധവള വിപ്ലവം തുടങ്ങി കോൺഗ്രസിന്റെ വിപ്ലവ തീരുമാനങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ജാതി സെൻസസ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 24 ഡൽഹി.